കണ്ണൂർ എയർപോർട്ടിൽ യാത്രക്കാരുടെ ദുരിതം അവസാനിക്കാത്ത സാഹചര്യത്തിൽ രാജീവ് ജോസഫ് നടത്തുന്ന നിരാഹാര സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് 10ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. കണ്ണൂർ എയർപോർട്ടിൽ വിദേശ വിമാനങ്ങൾ പറന്നിറങ്ങാൻ കേന്ദ്ര സർക്കാർ അനുവദിക്കുക, കണ്ണൂർ എയർപോർട്ടിൽ വിദേശ വിമാനങ്ങൾ പറന്നിറങ്ങാൻ കേന്ദ്ര സർക്കാർ അനുവദിക്കുക, പ്രവാസികളുടെ യാത്രാ ദുരിതം അവസാനിക്കുക എന്നീ ലക്ഷ്യത്തോടുകൂടിയാണ് സമരം ആരംഭിച്ചത്. അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹ സമരത്തിന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെയും യൂത്ത് വിങ്ങിന്റെയും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ഇന്ന് നമ്മൾക്കറിയാം, വർത്തമാനകാലത്ത് നമ്മുടെ നാട് വികസിപ്പിക്കുമ്പോൾ നമ്മുടെ നാടിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് ഇവിടെയുള്ള എല്ലാ പൊതുജനങ്ങളും നികുതിയായും അതുപോലെ തന്നെ സംഭാവനകളായും അവരാൽ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത് നമ്മുടെ നാടിനെ മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകർത്താക്കൾ ചെയ്തു കൂട്ടുന്ന വികസന പ്രവർത്തനത്തിന്റെ പേരിൽ വികസന മുരടിപ്പുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. നമ്മുടെ നാട്ടില് ഒരു പട്ടണം ഉണ്ടാവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു നഗരം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇന്ന് നമ്മുടെ കാണുന്ന തലമുറയിലുള്ള പഴയ ആളുകള്, ഒരുപാട് ആളുകള് സ്ഥലങ്ങൾ വിട്ടുകൊടുത്തും കെട്ടിടങ്ങൾ വിട്ടുകൊടുത്തും സംഭാവനകൾ നൽകിയുമാണ് ഇന്ന് പടുത്തുയർത്തുന്നത്. നമുക്കറിയാം, കേരളത്തിൽ തന്നെ വളരെ മികച്ച രീതിയിലായിരുന്നു കണ്ണൂർ വിമാനത്താവളം രൂപീകൃതമായതും അത് രൂപപ്പെടുത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു വിമാനത്താവളം നമ്മുടെ കണ്ണൂർ ജില്ലയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, വ്യാപാര മേഖലയിലുള്ള ആളുകളൊക്കെ പരിശ്രമിച്ചതിന്റെ ഫലമായിട്ടാണ് നമ്മൾക്ക് കണ്ണൂർ വിമാനത്താവളം ഇവിടെ വന്നിരിക്കുന്നത്. എന്നാൽ ഈ കണ്ണൂർ എയർപോർട്ടിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ലോബികൾ തുടക്കം മുതൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ന് ഈ ഒരു സംരംഭം വരുന്ന സമയത്ത് നമ്മൾക്കറിയാം, നമ്മുടെ വ്യാപാരികളിൽ, പ്രവാസ മേഖലകളിൽ, വ്യവസായ മേഖലകളിൽ, അതുപോലെ തന്നെ മറ്റുള്ള മേഖലകളിലുള്ള ആളുകളൊക്കെ അവരവർ ചോര നീരാക്കി ഉണ്ടാക്കിയ പൈസകളടക്കം കൊടുത്തുകൊണ്ട് ഷെയർ വാങ്ങിച്ചും സർക്കാരിനെ സഹായിച്ചും അതുപോലെ തന്നെ കേരള സർക്കാരിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടാണ് ഇന്ന് ഈ രീതിയിലുള്ള ഒരു നല്ല ഒരു രാജ്യാന്തര തലത്തിൽ അല്ലെങ്കിൽ നല്ല ഗുണമേന്മയുള്ള ഒരു വിമാനത്താവളം ഉണ്ടായത്. എന്നാൽ ആ വിമാനത്താവളം ഫംഗ്ഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്കറിയാം, നമ്മളൊക്കെ കച്ചവടക്കാരാണ്, അതുപോലെ തന്നെ മറ്റു മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒരു സോഴ്സ് ഉണ്ടായി കഴിഞ്ഞാൽ ആ സോഴ്സ് വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. മുമ്പ് നമ്മൾക്കറിയാം, നമ്മൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യങ്ങൾ വേണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാൽ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ ഡിവൈസ് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ആ സംവിധാനത്തിലൂടെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നറിയും. ഇന്ന് നമ്മൾ ഈ ഒരു സമരം 9ാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. രാജീവ് ജോസഫ് നടത്തുന്ന വളരെ എല്ലാ ആളുകൾക്കും ഇന്ന് നമ്മൾക്കറിയാം, യാത്ര എന്ന് പറയുന്നത് എല്ലാ ആളുകളും മുമ്പൊക്കെ വിമാനയാത്ര സ്വപ്നം കണ്ടിരുന്ന ഒരു സമൂഹത്തിലല്ല ഇന്ന് നമ്മളുള്ളത്. ഇന്ന് നമ്മളിലുള്ള എല്ലാ ആളുകളും, നമ്മുടെ കുടുംബക്കാരാവട്ടെ, നമ്മുടെ സുഹൃത്തുക്കളാവട്ടെ, നമ്മുടെ സഹപ്രവർത്തകരാവട്ടെ, ഇന്ന് ഈ പറഞ്ഞ രീതിയിലുള്ള വിമാനയാത്ര ആശ്രയിക്കുന്ന അല്ലെങ്കിൽ മറ്റു യാത്രകൾ ആശ്രയിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. ഇത് വികസിക്കുന്നതിന് പകരം ഇവിടെ ഒരുപാട് ലോബികൾക്ക് വേണ്ടിയിട്ട് ഇതിനെ പൊന്മുട്ടയിടുന്ന താറാവിനെ കൊല്ലുന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്.